ഇതാ വീണ്ടും ഒരു മഞ്ഞുകാലം പുലുകുന്നു. ദീപങ്ങൾ മിഴി തുറക്കുന്നു. കരോളുഗാനങ്ങൾ മധുരമായി ഒഴുകുന്നു. കാലത്തൊഴുത്തിലെ ഒരു പുൽമുട്ടിൽ നിന്ന് ഒരു ദിവ്യപ്രഭ ലോകം മുഴുവൻ പരക്കുന്ന ഈ വേളയിൽ നമുക്ക് പറയാം, ഇതൊരു തിരുനാളാണ്, പ്രതീക്ഷയുടെ തിരുനാൾ. ലോകം അതിൻ്റെ പൂർണ്ണതയിൽ അന്ധകാരവും നിരാശയും ഇരുളും കാത്തുവച്ച ഈ ലോകത്തേക്ക് പ്രതീക്ഷയുടെ പൊൻകിരണവുമായി ഒരു ശിശു പറഞ്ഞതിൻ്റെ ഓർമ്മ. ഇത് ക്രിസ്മസ് വെറും ഒരു ആഘോഷമല്ല, അതൊരു പ്രഖ്യാപനമാണ്. ദൈവം നമ്മെ മറന്നിട്ടില്ല എന്ന പ്രഖ്യാപനം. പഴയ നിയമഗ്രന്ഥത്തിൽ പ്രവാചക ശബ്ദങ്ങൾ കാത്തിരുന്ന ആ നിമിഷം, അത് കൊട്ടാരത്തിലോ സിംഹാസനത്തിലോ അല്ല പറഞ്ഞത്, മറിച്ച് ഈ ലോകം ഏറ്റവും നിസ്സാരമായി കണ്ടിരുന്ന വെറും ഒരു കാലിത്തൊഴുത്തിലാണ്. സാധാരണക്കാരുടെ ഇടയിൽ ഇടന്മാരുടെ സാന്നിധ്യത്തിലാണ്. യേശുവിന്റെ ജനനം നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം ഇതാണ്: പ്രതീക്ഷ എപ്പോഴും എളിമയിലാണ് നിലകൊള്ളുന്നത്. നക്ഷത്രത്തെ കണ്ടറിഞ്ഞ ജ്ഞാനികളെ പോലെ, സന്തോഷവാർത്ത കേട്ടറിഞ്ഞ ഇടയന്മാരെ പോലെ നമുക്ക് ഓരോരുത്തർക്കും ഈ തിരുപ്പിറവിയുടെ രഹസ്യം തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ ഏതിരണ്ട തൊഴുത്തിലായിരുന്നാൽ പോലും അവിടെ പ്രകാശം പരത്താൻ സാധിക്കും എന്ന ഉറപ്പാണ് ക്രിസ്തുമസ്. ക്രിസ്മസ് സമ്മാനങ്ങളുടെ കാലമാണ്. സ്വർണവും കുന്തിരിക്കവും നീരയും ആ കാഴ്ചവെച്ച വസ്തുക്കൾ വെറും വലിപ്പെടുപ്പുള്ള വസ്തുക്കൾ മാത്രമായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിൻ്റെ, ആരാധനയുടെ, സ്വയസമർപ്പണത്തിൻ്റെ വസ്തുക്കളായിരുന്നു. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് നമ്മുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്ന ഒന്നായി മാറണം. നമ്മുടെ ചുറ്റുമുള്ള ഒറ്റപ്പെട്ടവർക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങ്, ഒരു കൈസഹായം, ഒരു പുഞ്ചിരി, ഒരു വാക്ക്, അതാണ് ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സമ്മാനം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചം ഒത്തിരി പകരുമ്പോൾ നമ്മളും ഈ ക്രിസ്മസിൻ്റെ സന്തോഷവാഹകരായി മാറുന്നു. പ്രിയരെ, ഈ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസിൻ്റെ നക്ഷത്ര വെളിച്ചം അണയുമ്പോൾ ആ പ്രതീക്ഷയുടെ ജ്വാല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കെടാതെ സൂക്ഷിക്കണം. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളിലോ വ്യക്തിപരമായ വെല്ലുവിളികളിലോ ലോകം നേരിടുന്ന പ്രതിസന്ധികളിലോ ഭയപ്പെടേണ്ട. ഞാൻ നിങ്ങൾക്ക് വലിയൊരു സന്തോഷം നൽകുന്ന സദ്വാർത്ത അറിയിക്കുന്ന മാലാഖയുടെ വാക്കുകൾ നമുക്ക് നൽകട്ടെ. ക്രിസ്മസ് എന്നാൽ ഈ ലോകത്ത് ജീവിക്കുന്ന ദൈവം എന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു പുതിയ തുടക്കം സാധ്യമാകും എന്ന ഉറപ്പാണ്. ആ ഉറപ്പ്, ആ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കട്ടെ. എല്ലാവർക്കും പ്രതീക്ഷയോടെയും സമാധാനത്തിൻ്റെയും ഒരു ക്രിസ്മസ് കാലം ആശംസിക്കുന്നു. നന്ദി. ജയ് വിഷലി.